friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി സേമിയ മിൽക്ക് പുഡിംഗ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്വീറ്റ് റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യമായി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 10 ഗ്രാം നട്ട്സ് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്ത നട്ട്സ് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുക. ഇനി ഇതേ നെയ്യിൽ തന്നെ 1 കപ്പ് സേമിയ വറുത്തെടുക്കുക. വറുത്ത സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ വീണ്ടും വറുത്തെടുക്കേണ്ടതില്ല. വറുത്ത സേമിയയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഒരു കടായിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അലിയിച്ചെടുക്കുക. ഇതിലേക്ക് വറുത്ത സേമിയ ചേർത്ത് വേവിച്ചെടുക്കുക. വെന്ത സേമിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു കടായോ നോൺ സ്റ്റിക്ക് പാത്രമോ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാലൊഴിക്കുക. ഇത് തിളക്കുന്നതിനൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. പാൽ തിളച്ചു കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് കട്ടിയാകും, അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തീ ഓഫ് ചെയ്യാം. ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് അതിലിപ്പോൾ തയ്യാറാക്കിയ പാൽ മിക്സിന്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനു മുകളിൽ സേമിയ വേവിച്ചത് നിരത്തി കൊടുക്കുക. ഈ സേമിയക്ക് മുകളിൽ ബാക്കി പാൽ കുറുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പുഡിങ്ങിന് മുകളിൽ മുഴുവനായും ഇട്ട് കൊടുക്കുക. ഇതില്ലെങ്കിൽ തേങ്ങ ചിരവിയെടുത്ത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ വറുത്തെടുത്താലും മതി. അതിനു മുകളിൽ റോസ്റ്റ് ചെയ്ത നട്ട്സ് കൂടി വെച്ച് കൊടുത്ത ശേഷം തണിയുവാൻ വെക്കുക. ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ ചെറിയ ചെറിയ പാത്രങ്ങളും ഉപയോഗിക്കാം. അങ്ങനെയായാൽ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. ഇനി ഇത് റെഫ്രിജറേറ്ററിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. കഴിക്കുവാനാകുമ്പോൾ ഇത് റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുത്ത് സെർവ് ചെയ്യാം. തീർച്ചയായും ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching the video.